മാഷെ, ഇന്ത്യയുടെ GDP കുതിക്കുകയാണ്. ഇന്ത്യ ഇനിയും മുന്നോട്ട് കുതിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അടുത്ത വർഷവും ഈ പറയുന്ന വിമർശകരെ ഒക്കെ അവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് വീണ്ടും കുതിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യ വിസ്മയിപ്പിക്കും ലോകരാജ്യങ്ങളെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരാണ്? അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ക്രിസ്റ്റലീന ജോർജിയേവ, IMFന്റെ MD പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ സാക്ഷ്യപത്രമാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു സാധ്യതാപത്രവും സർട്ടിഫിക്കറ്റും ഒക്കെയാണത്. അപ്പോൾ ഈ ലോക വളർച്ചയുടെ ഒരു ഗ്രാഫ് നിർണയിച്ചിരുന്നത് ഇവരാണ്, IMF ആണ്. പക്ഷെ ഒരു കാര്യം പുതിയ ലോകത്ത് ശ്രദ്ധേയമാണ്. ഈ IMF എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൻകിട രാജ്യങ്ങൾ എന്ന് പണ്ട് വിളിച്ചിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലാണത്. US, UK അങ്ങനെയുള്ള എണ്ണി തുടങ്ങുക. US, UK, ഫ്രാൻസ്, പിന്നെ വളരെ വൈകിയാണ് പിൽക്കാലത്ത് അതിനകത്ത് വന്ന്. ഇപ്പോൾ റഷ്യ വന്നു, പിന്നീട് ഇപ്പോൾ ചൈന വന്നു, അത് കഴിഞ്ഞ് ജപ്പാൻ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ തലപ്പത്ത് ഇപ്പോഴും അമേരിക്കയാണ്. അമേരിക്ക കയ്യിൽ അത് വലിയ ഹോൾഡ് ഉണ്ട്. ഈ ഐക്യരാഷ്ട്രസഭ ഒന്നും അല്ലാതായത് എങ്ങനെയാണ്? അതിൻ്റെ തലപ്പത്ത് ഈ പറഞ്ഞ ഈ P5 ഉണ്ടല്ലോ, പെർമനന്റ് 5 എന്ന് പറയുന്ന സ്ഥിരാംഗങ്ങളായ 5 പേര്. ആ 5 പേര് കാലഹരണപ്പെട്ടു പോയി. അവർക്ക് പുതിയ ലോകത്തൊന്നും ചെയ്യാനില്ല. ചൈനയുണ്ട് എന്നുള്ളത് കൊണ്ട് ചൈന മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ളവർ ലോകത്തോടൊപ്പം എത്തുന്നില്ല. ഇപ്പോൾ IMFന്റെ തലപ്പത്തും ആരാണ്? IMFൽ പ്രധാനപ്പെട്ട ഹോൾഡ് അമേരിക്കക്കാണ്. പക്ഷേ ഒരു സ്ഥാപനത്തെ, IMF പോലെ, ഒരു ലോകബാങ്ക് പോലെ ഒരു സ്ഥാപനത്തെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലെ ഒരു സ്ഥാപനത്തെ, ലോക നാണയനിധിയാണല്ലോ അത്, അതിനെ നയിക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാണയശേഖരം എൻ്റെ കയ്യിൽ വേണ്ടേ? അപ്പോഴല്ലേ നയിക്കാൻ പറ്റുള്ളൂ. അത് ഉണ്ടായിരുന്ന കാലത്താണ് അമേരിക്ക അതിന്റെ തലപ്പത്ത് വന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ ഷട്ട് ഡൗൺ ആണെന്ന് മാത്രമല്ല, ഉള്ളിൽ പൊള്ളയാണ്, വട്ടപൂജ്യമാണ്. അമേരിക്കയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ ബാങ്കാണ് ഈ മോർഗൻ ചേസ്. മോർഗൻ ചേസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കണ്ടില്ലേ? അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക്, ചരിത്രപരമായി 225 കൊല്ലം മുമ്പ് തുടങ്ങിയ ബാങ്ക് ആണ് ഈ മോർഗൻ ചേസ്. മോർഗൻ ചേസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ നട്ടെല്ലൊടിഞ്ഞിരിക്കുന്നു എന്ന് ലോകം അറിയാൻ എത്രയും വൈകി അത്രയും നല്ലത്. കാരണം അമേരിക്ക ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് ലോക കടം കൊണ്ടാണ്. ലോക രാജ്യങ്ങൾ കൊടുക്കുന്ന ഉദാരമായ കടങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ് അമേരിക്കൻ സമ്പദ്ഘടന. എപ്പോഴെങ്കിലും ലോകത്തിലെ ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇനി കടം കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ അന്ന് നിലക്കും അമേരിക്കയുടെ ശ്വാസം എന്നാണ് മോർഗൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. പക്ഷെ അതിൽ ഒന്ന് വ്യക്തത വരുത്തിയ നമ്മുടെ പ്രേക്ഷകർ കൂടി നന്നായിരിക്കും തോന്നുന്നു. കാരണം അമേരിക്കയാണ് എല്ലാവർക്കും കടം കൊടുക്കുന്നത്, വേൾഡ് ബാങ്ക്. അപ്പോ അമേരിക്കക്ക് കടം കൊടുക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പോകത്തില്ല. അതെങ്ങനെയാണെന്നൊന്ന് വ്യക്തത വരുത്തിയാല്. അതെ, കടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രങ്ങൾക്ക് കടം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. IMFൽ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യാന്തര ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ തന്നെ ലോകരാഷ്ട്രങ്ങൾ പരസ്പരം കടം കൊടുക്കുകയാണ്. കടം കൊടുക്കൽ എപ്പോഴാണ്? വാങ്ങൽ ശേഷി കൂടുതലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ കടം കിട്ടും. അപ്പൊ പഴയ അമേരിക്കയുടെ എൻ്റെ ഉപ്പപ്പാക്കര ആന ഉണ്ടായിരുന്നാണല്ലോ, ആ സംവിധാനം വെച്ചിട്ട് അമേരിക്ക ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ട്, എത്ര ചോദിച്ചാലും കിട്ടും. അപ്പൊ അമേരിക്ക അങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ അമേരിക്ക കടം കൊണ്ട് വലഞ്ഞിരിക്കുന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടം അമേരിക്കക്ക് കടം കിട്ടും. അപ്പൊ ഇപ്പോഴും കടം കിട്ടും. അപ്പോ ഈ കടം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കുറെ സംവിധാനങ്ങളാണിത്. അതിന്റെ ഭാഗമാണ് IMF. അപ്പൊ അമേരിക്ക കടം വാങ്ങാം. കടം ആർക്കേ കിട്ടുള്ളൂ? അടക്കാൻ ശേഷിയുള്ളവനെ കിട്ടുള്ളൂ. ഉഗാണ്ട കടം ചോദിച്ചാൽ കൊടുക്കൂല. ഇതാണ് വ്യത്യാസം. പക്ഷെ അമേരിക്ക കടം വാങ്ങി തൊലഞ്ഞിരിക്കുക. കാരണം ഈ കടങ്ങളൊന്നും തിരിച്ചടക്കുന്നില്ല. അമേരിക്കയുടെ സമ്പദ്ഘടന എല്ലാ നിലക്കും തകർന്നു പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ സമ്പദ്ഘടന തകരുമ്പോൾ ദാരിദ്ര്യം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ്. GDP കുറഞ്ഞു വരുന്ന നാടാണ്. അങ്ങേയറ്റം കുറഞ്ഞു പോയ നാടാണ്. ഈ അവസ്ഥയിൽ അമേരിക്ക കടം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ അമേരിക്ക കടം കൊടുക്കുന്നുണ്ട്. വൻകിട രാജ്യങ്ങൾ അമേരിക്ക, കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ എല്ലാ വൻകിട രാജ്യങ്ങളെയും ചേർത്തുകൊണ്ടുള്ള മുന്നണിയിലൊക്കെ അമേരിക്ക ഉണ്ട്. ഇപ്പൊ UN അമേരിക്ക ഉണ്ട്, UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക ഉണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിലെ 5 വീറ്റോ പവറുള്ള 5 സ്ഥിരാംഗങ്ങളിൽ അമേരിക്കയുണ്ട്. നാറ്റോ സഖ്യം അമേരിക്കയാണ് നയിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ അമേരിക്കക്ക് പ്രത്യക്ഷത്തിൽ റോളൊന്നും ഇല്ലെങ്കിലും നാറ്റോ സഖ്യം ഉപയോഗിച്ചിട്ട്, നാറ്റോ സഖ്യത്തിൽ 32 രാജ്യങ്ങളിൽ 27 യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതിൽ 30 രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളാണ്. 2 ഉള്ളൂ അമേരിക്ക, കാനഡ, അമേരിക്ക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എല്ലാ സഖ്യങ്ങളിലും ഇവർക്കൊരു മുൻകൈ ഉണ്ട്.
G7 ആരാ? അതിൽ അമേരിക്കയുണ്ട്. അപ്പൊ ഇങ്ങനെ ലോകത്തിലെ എല്ലാ വൻകിട രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലൊക്കെ എന്തുണ്ട് എന്നറിയോ? അമേരിക്ക എന്ത് ചോദിച്ചാലും, പരസ്പരം എന്ത് ചോദിച്ചാലും കടം കൊടുക്കണം. ആ സംവിധാനം, പണ്ടുണ്ടാക്കി വെച്ച ആ സംവിധാനത്തിന്റെ പുറത്താണ് അമേരിക്ക നിൽക്കുന്നത്. ഇപ്പൊ അമേരിക്ക കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള, അമേരിക്ക തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന IMF-ന്റെ ലോക സമ്മേളനത്തിലാണ്, അല്ലെ, വാർഷിക സമ്മേളനത്തിലാണ് അതിന്റെ MD പറയുന്നത്. IMF-ന്റെ വാർഷിക സമ്മേളനത്തിൽ അതിന്റെ MD പറയാണ്, യജമാനന്റെ മുഖത്ത് നോക്കി പറയാണ്, ഇതാ ഗ്രോത്ത് കാണിക്കുന്ന ഒരേ ഒരു എക്കോണമി ഇന്ത്യയുടെയാണ്, നമ്മുടെ അല്ല, അമേരിക്കയുടെ അല്ല, ബ്രിട്ടന്റെ അല്ല, G7 എന്ന് പറയുന്ന ഈ ഗ്രേറ്റർ 7 ഉണ്ടല്ലോ, അവരുടെ ആരുടെയോ അല്ല, ഇന്ത്യയുടെയാണെന്ന് പറയാണ്. അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നു, അതായത് ചൈന കിതയ്ക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 2025 ചൈനയുടെ വളർച്ച എന്ന് പറയുന്നത് 4.8% മാത്രമായിരിക്കും. 2026 അത് കുറഞ്ഞ് 4.2% എത്തും. US 2025 1.9% വളരും എന്നുള്ളതാണ്. അടുത്ത വർഷം 2% കൂടി വളരും. അപ്പൊ നോക്കൂ, ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും പിന്നിലേക്ക് പോവുകയാണ്. നമുക്ക് മുമ്പിലുള്ള വലിയൊരു പ്രതീക്ഷയാണെന്ന് മാത്രമല്ല, അതൊരു വാസ്തവമാണ്. ഇനി ആർക്കും നിഷേധിക്കാനാവാത്ത ഇതാണ് ഇന്ത്യയുടെ വളർച്ച. കാരണം ഇത് ലോകം പ്രതീക്ഷിച്ചിട്ടില്ല. ലോകത്തെ ഇന്ത്യയെ ഒരു വികസ്വര രാജ്യം എന്ന് പറഞ്ഞിട്ട് അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അങ്ങനെയുള്ള 3 തരത്തിലാണ് ലോകരാജ്യങ്ങളെ തിരിച്ചിരുന്നത്. ഒന്ന് ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ, അതാണ് ഈ വമ്പന്മാരൊക്കെ ചേർന്നത്. അതിൽ ഇന്ത്യ ഇല്ല. ഒട്ടും അവികസിത രാജ്യങ്ങൾ, അതാണ് ഈ അണ്ടർ ഡെവലപ്ഡ്. അതിനിടയിലുള്ള കൂട്ടത്തിലാണ് നമ്മളെ പെടുത്തിയിരുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ്, ഈ 3 തരത്തിലാണ് കൺട്രീസ് എന്ന് വിളിച്ചിരുന്നത് നമ്മളെയൊക്കെയാണ്. പക്ഷേ ഇപ്പൊ അത് പോയി. ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺട്രീസ് ഇല്ല. എന്താ കാര്യം? ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ പതുക്കെ ഉൽപ്പാദനം തുടങ്ങിയിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ. അങ്ങനെയല്ല, ഉൽപ്പാദനം തുടങ്ങുക മാത്രമല്ല, ഉൽപ്പാദനത്തിൽ മുന്നേറി, കയറ്റുമതിയിൽ മുന്നേറി, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് വന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ കയറ്റിയേക്കാൻ തുടങ്ങി. ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ മാർക്കറ്റായിട്ട് മാറി. അപ്പോൾ അമേരിക്ക താരിഫ് കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പുതിയ സമാന്തരമായ മാർക്കറ്റുകൾ തുറന്നു. എണ്ണ കാണിച്ചിട്ട് ലോകരാജ്യങ്ങൾ എണ്ണയ്ക്ക് ഇന്ത്യയിലെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് എണ്ണ. മറ്റു പലതും നമ്മുടെ കയ്യിലുണ്ട്. എണ്ണ കാണിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പെട്രോളിയം അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ്, ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ, അത് ഒന്നുകിൽ കൽക്കരിയാണ് അല്ലെങ്കിൽ പെട്രോളിയമാണ്. ഈ 2 ഉൽപ്പന്നങ്ങളും തീരുമെന്ന് ഇന്ത്യ മുൻകൂട്ടി കണക്കാക്കി. അത് തീർന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുണ്ടാവോ? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാൻ ചെന്നാലും റഷ്യയുടെ കയ്യിലുണ്ടാവില്ല, ഇറാന്റെ കയ്യിലുണ്ടാവില്ല, അറബ് രാജ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഇല്ലാത്തൊരു കാലത്തെ നമ്മൾ മുൻകൂട്ടി കണ്ടു. ഇന്ത്യക്ക് സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിച്ചു തന്ന പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നമ്മൾ. അങ്ങനെയാണ് നമ്മൾ സോളാർ ഉൽപ്പാദനത്തിന്റെ ലോകത്തിലെ വലിയ വിപണിയായിട്ട് മാറി. സോളാർ, വിൻഡ് ഇലക്ട്രിസിറ്റിയുടെ വലിയ കേന്ദ്രമായിട്ട് മാറി. ഈ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ, ഹൈഡ്രജൻ ഉണ്ടല്ലോ, വെള്ളം നമ്മുടെ കയ്യിൽ സമൃദ്ധമായിട്ടുണ്ട്. വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുമെന്ന് മനസ്സിലായി. ആ ഓക്സിജൻ കൊണ്ട് നമ്മൾ അന്തരീക്ഷത്തെ ശുദ്ധമാക്കി, ഹൈഡ്രജൻ കൊണ്ട് നമ്മൾ വാഹനങ്ങൾ വരെ ഓടിക്കാൻ തുടങ്ങി. ഈ തരത്തിലുള്ള സംഗതികളാണ്. അങ്ങനെ ഈ പുതിയ സംവിധാനങ്ങൾ മുഴുവനും ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ അങ്ങനെ ബീറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഇന്ത്യ ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്തു. നല്ല വിഷൻ ഉണ്ട് ഇന്ത്യക്ക്. ആത്മവിശ്വാസം എന്താണ്? ആത്മനിർഭർ ഭാരത് ഉണ്ട്. ആത്മനിർഭർ ഭാരത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ മനസ്സിൽ മനോഹരമായ സ്വപ്നമുണ്ട്. അതാണ് വികസിത ഭാരത് എന്ന് പറയുന്നത്. 1947 ആകുമ്പോൾ സമ്പദ് രംഗത്ത് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് 3ാം സ്ഥാനത്ത് ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ഇന്ത്യ അതിനേക്കാൾ മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 1ഉം 2ഉം സ്ഥാനം എന്നൊക്കെ പറയുന്നത് ചൈന അമേരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളുകളി വെളിച്ചത്തായി കഴിഞ്ഞാൽ, IMF-നെ പോലുള്ളവർ കണക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ, ശരിയായ യാഥാർത്ഥ്യം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ 2 കാര്യം സംഭവിക്കും. ഒന്ന്, ഈ വമ്പന്മാരെന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്നവരൊക്കെ പുറകോട്ട് പോകും. ഒന്ന്, അവർക്ക് ലോകരാജ്യങ്ങൾ കടം കൊടുക്കാതാകും. അവരുടെ അന്നം മുട്ടും, ശ്വാസം നിലക്കും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ തന്നെ ലോകപ്രസിദ്ധനായ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള വൂൾഫാണ് അത് പറഞ്ഞത്. വൂൾഫാണ് ആലോചിച്ച് നോക്കുക. വൂൾഫ് അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കിങ് മേധാവികളെ മുൻനിർത്തിയിട്ടാണ്. ഈ മോർഗൻ ചേസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കാണ്. അവരാണ് പറയുന്നത്,
നമ്മളല്ല വളരുന്നത്, നമ്മൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരുന്നത് ഇന്ത്യയാണ്. തീർച്ചയായിട്ടും ഇത് വലിയ സാക്ഷ്യപത്രമാണ്. IMF-ന്റെ MD അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ആരും അത് പറയാൻ ബാക്കിയില്ല. അതെ. അതുകൊണ്ട് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അതുകൊണ്ട് ഈ 1-2 സ്ഥാനം എന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ. ഈ 2 രാജ്യങ്ങളുടെ ഈ പൊള്ളത്തരം ശരിക്കും വ്യക്തമായി കഴിയുമ്പോൾ ആ സ്ഥാനം ഇന്ത്യക്കുള്ളതല്ലേ? തീർച്ചയായിട്ടും ഉള്ളതാണ്. ഈ 2 അല്ലെങ്കിൽ 3 എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഇന്ത്യ നമ്പർ 1 എന്ന് വിളിക്കപ്പെടുന്ന കാലം ഒട്ടും വിദൂരമല്ല. കാരണം നമ്മളാരെയും ചൂഷണം ചെയ്യുന്നില്ല. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുള്ള വികസന പദ്ധതികളുണ്ട്. വളർച്ച, ക്രമികമായ വളർച്ചയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഊഹക്കച്ചവടം നടത്തിയിട്ട് കോടീശ്വരനാവണം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ക്രമമായി ഇപ്പോഴും നമ്മുടെ സ്വപ്നം എന്താ? 25 കൊല്ലം മുമ്പ് നമ്മൾ സ്വപ്നം കാണുകയാണ്. 2025 ഇരുന്നിട്ട് അല്ലെങ്കിൽ 2027 ഇരുന്നിട്ട് 20 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ നേടാനുള്ള നേട്ടത്തെക്കുറിച്ചാണ് പ്ലാന്. ദീർഘകാലത്തിലുള്ള പ്ലാനാണ്, ആസൂത്രിതമാണ്, വളരെ സാവകാശമുള്ള ഒരു വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള പ്ലാനാണ്. അത് വിജയിക്കും എന്ന് തന്നെ വേണം നമുക്ക് ഉറപ്പിക്കാൻ. ഇന്ത്യ എന്ന് ഒന്നാമതാകും എന്ന് മാത്രമേ നമ്മൾ ഇനി കണക്ക് കൂട്ടേണ്ടതുള്ളൂ. ഒന്നാമതാകും എന്ന കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് യാതൊരു തർക്കമില്ല, ഇന്ത്യ ഗവൺമെൻറ്റിനും തർക്കമില്ല. ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് അത് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. IMF അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.